വിധിന്യായത്തിൽ NN കക്കാടിന്റെ സഫലമീ യാത്ര ഉദ്ധരിച്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. 88-കാരിയായ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച 91-കാരന് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിലാണ് സഹൃദയനായ ന്യായാധിപന്റെ നിർണായക ഉപദേശം. ഭർത്താവിന് പരശ്രീ ബന്ധമുണ്ടെന്ന് ആരോപിച്ചതിനാണ് 91-കാരൻ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. 91 വയസ്സുള്ള ദേവൻ 88 വയസ്സുള്ള ഭാര്യ കുഞ്ഞാലിയെ കത്തിയെടുത്ത് കുത്തി. ഭാര്യ ദേവനെ പരസ്ത്രീ ബന്ധം ആരോപിച്ച് പരിഹസിച്ചതാണ് കാരണം. മാർച്ച് 21-ന് പുത്തൻകുരിശ് പോലീസ് ദേവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി. തുടർന്നാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ മുൻപിൽ ദേവന്റെ ജാമ്യാപേക്ഷ വന്നത്. സഹൃദയനായ ന്യായാധിപൻ ഉത്തരവിൽ കുറിച്ചു, 91-ഉം 88-ഉം വയസ്സുവരെ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചില്ലേ? ദേവന് കുഞ്ഞാലിയും കുഞ്ഞാലിക്ക് ദേവനും മാത്രമേ ഈ ജീവിത സായാഹ്നത്തിൽ താങ്ങായും തണലായും ഉള്ളൂ എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ശിഷ്ടജീവിതം സന്തോഷകരമായി ജീവിച്ചു തീർക്കുക. ഈ പ്രായത്തിലും കുഞ്ഞാലിക്ക് ദേവനോട് പ്രണയമുള്ളത് കൊണ്ടാണ് കുഞ്ഞാലി ദേവനെ സംശയിച്ചത്. ദേവൻ മറ്റ് സ്ത്രീകളോട് സംസാരിക്കുന്നത് പോലും ഒരുപക്ഷെ കുഞ്ഞാലിക്ക് സഹിക്കുന്നുണ്ടാവില്ല. അത് സംശയമല്ല, പ്രണയമാണ്. തുടർന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വിധിന്യായത്തിൽ കുറിച്ചു, ആദ്രമീ ധനുമാസ രാവുകളിൽ ഒന്നിൽ ആതിര വരും പോകുമല്ലേ സഖി. കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. അപ്പോൾ ആരെന്തും എന്തെന്തും ആർക്കറിയാം. വരിക സഖി, അരികത്ത് ചേർന്ന് നിൽക്കും. ദേവനും കുഞ്ഞാലിക്കും ജീവിതത്തിന്റെ ഇന്നിംഗ്സ് സന്തോഷകരമായി പൂർത്തിയാക്കാൻ ഞാനിതാ ജാമ്യം അനുവദിക്കുന്നു എന്നും ന്യായാധിപൻ വിധി പ്രഖ്യാപിച്ചു. ദേവനും കുഞ്ഞാലിയും ജീവിതാവസാനം വരെ പരസ്പരം താങ്ങായും തണലായും ജീവിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ടാണ് ഉത്തരവ് പൂർത്തിയാക്കിയത്. രണ്ടുപേർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് അഡ്വക്കേറ്റ് രാജേഷ് VR, അമൃത ന്യൂസ്.